പക്ഷേ ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അത് ഏതൊക്കെ മേഖലകളിലേക്ക് തിരിഞ്ഞു പോയി എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഇസ്രായേലിനെ ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ആക്രമിച്ചതോടുകൂടിയാണ് പശ്ചിമേഷ്യയിൽ ഏതാണ്ട് സമാധാനം വരുമെന്ന് കരുതിയതെല്ലാം തന്നെ ലംഘിക്കപ്പെട്ടത്. അതാണ്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ള ഈ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം നടത്തിയത് കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു. അപ്പം രണ്ടിൻ്റെയും വാർഷികം വന്നിരിക്കുകയാണ്. ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമായി നിലകൊള്ളുന്നു. എങ്ങനെ നമുക്ക് 1 വർഷം കൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റും? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ 1 കൊല്ലമായി ഇടതടവില്ലാതെ ആക്രമണം നടന്നൊരു മേഖലയാണ്. അതിൻ്റെ കാരണക്കാരായിരുന്നാലും ഒക്ടോബർ 7-ന് ഹമാസ് കയറി ഇപ്പോൾ സിനിജി പറഞ്ഞ പോലെ സമാധാനം ഏതാണ്ട് സ്ഥാപിക്കപ്പെട്ടിരുന്നു. സമാധാനം വന്നു എന്ന് നമ്മൾ കരുതിയൊരു പ്രദേശത്ത് നുഴഞ്ഞു കയറിയിട്ട് പൊടുന്നനെ നടത്തിയൊരു ആക്രമണമാണ്. ചാവേർ ആക്രമണമായിരുന്നല്ലോ. അവിടെ മുതലാണ് ഇസ്രായേലിനകത്തും പുറത്തുമായിട്ട് സംഘർഷം ഉണ്ടായി എന്ന് മാത്രമല്ല, വലിയ തോതിൽ ഇസ്രായേൽ ഈ ഹമാസ് ഭീകരന്മാരെ പിടിച്ചടക്കാനും ഒതുക്കാനും വേണ്ടിയിട്ട് പലസ്തീൻ എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന പ്രദേശത്ത് ഹമാസിലും വെസ്റ്റ് ബാങ്കിലും, പ്രത്യേകിച്ച് ഹമാസ് ഗസ, ഹമാസിൻ്റെ കേന്ദ്രമായ ഗസയിൽ വ്യാപകമായിട്ട് കയറിയിട്ട് ആക്രമണം നടത്തി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായത് സത്യത്തിൽ ഈ ഹമാസിൻ്റെ ആവാസ വ്യവസ്ഥ മുഴുവനും, ഹമാസിൻ്റെ ആവാസ വ്യവസ്ഥ എന്നതിലേറെ അവർ മനുഷ്യ ബോംബായിട്ട് ഉപയോഗിച്ചിരുന്ന ഗസയിലെ പാവങ്ങളായ മനുഷ്യർ, അവരെ മുഴുവനും ഏതാണ്ട് തുടച്ചു നീക്കിയ മട്ടം എന്ന് വെച്ചാൽ വലിയ തോതിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 1 കൊല്ലത്തെ കണക്ക്, കൃത്യമായിട്ടുള്ള കണക്ക്, ഇന്നലെ വരെയുള്ള കണക്ക് വരുന്നതനുസരിച്ച് ഈ ഗാസ അല്ലെങ്കിൽ ഗാസ എന്നും ഗസ എന്നൊക്കെ വിളിക്കുന്ന പ്രദേശത്ത് ആകെയുള്ളത് 23 ലക്ഷം ആളുകളാണ്. ഈ 23 ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഏതാണ്ട് 2 ലക്ഷത്തിലേറെ വീടുകൾ, ആകെയുള്ളത് 2-2.5 ലക്ഷത്തോളം വീടുകളാണ്. അതിലേതാണ്ട് 2,30,000 വീടുകളും തകർത്ത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഗാസയിലെ 23 ലക്ഷം ജനങ്ങളിൽ 90% പേര് ഇപ്പോൾ പുറത്താണ്, തെരുവിലാണ്, ഹോംലെസ്സാണ്. അതുപോലെ തന്നെയാണ് ഇവർ ഒളിച്ചിരുന്ന ഈ ഹമാസിൻ്റെ ഭീകരവാദികൾ പോയി ഒളിച്ചിരുന്നു എന്ന കാരണത്താൽ ആശുപത്രികൾ തകർക്കപ്പെട്ടു. ഇപ്പോൾ 80% ആശുപത്രികൾ അവിടെ തകർക്കപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇവരുടെ ശുദ്ധജല വിതരണ കേന്ദ്രങ്ങൾ, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഈ ഒളിത്താവളങ്ങളായി ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്ന് നമ്മൾ കരുതുന്ന ശുദ്ധജല വിതരണ കേന്ദ്രങ്ങൾ 70% കുടിവെള്ള കേന്ദ്രങ്ങൾ തകർത്തു. മാത്രമല്ല ഈ പ്രദേശം, ഇപ്പോൾ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പകുതിയും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലായി. ഇപ്പോൾ ഗാസയിൽ പകുതിയും ഇസ്രായേലിൻ്റെ കയ്യിലായി എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് നിന്ന് ഇത്രയും ആളുകളെ, ഫലസ്തീനികളെ ഒഴിപ്പിക്കുകയും അവിടെ ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി ബലമായി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗവൺമെൻറ് ഒത്താശയോടുകൂടി കുടിയിരുത്തുകയും ചെയ്തു. അതിന് 2 കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഒക്കെ ഈ വിശദമായിട്ട് പറയേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഈ ഇസ്രായേൽ രൂപം കൊള്ളുന്ന 48-ൽ ഫലസ്തീൻ രാഷ്ട്രവും രൂപം കൊണ്ടതാണ്. പക്ഷേ അത് ഫലസ്തീൻ പക്ഷം അംഗീകരിച്ചില്ല, ഇസ്രായേൽ പക്ഷം അംഗീകരിച്ചു. ഫലസ്തീൻ പക്ഷക്കാർക്ക് വേണ്ടി അന്ന് സംസാരിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഏകപക്ഷീയമായി ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 78 കൊല്ലമായി. 78 കൊല്ലം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഇസ്രായേൽ ഇനി അങ്ങോട്ട് ഇത്രയും കാലം ഈ തലവേദന ഇനി സഹിച്ചൂടാ എന്നും അവരുടെ അതിർത്തി പാലിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ അതിർത്തി എന്ന് പറയുന്നത് ഈ ജോർഡാൻ റിവറാണ്. ജോർഡാൻ റിവറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇസ്രായേലിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഇപ്പോൾ തടയാനൊരു രാജ്യമില്ല. അവിടെ രാജ്യം വേണമെന്ന് UN തീരുമാനിച്ചതാണ്, ആ രാജ്യത്തിന് അംഗീകാരം കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അറബ് പക്ഷം അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് അന്ന് ചെയ്ത അബദ്ധത്തിന് വലിയ ഫലം, വലിയ ദുരന്തമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇസ്രായേൽ അതിർത്തി ഭേദിച്ച് അപ്പുറത്ത് കിടക്കുകയാണ്. ആ പ്രദേശങ്ങൾ മുഴുവനും ഇവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഗസയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഹമാസിന് ഭൂരിപക്ഷം ഉള്ളത്. അവരാണ് വന്നിട്ട് ചാവേർ ആക്രമണം നടത്തിയത്. അത് മുഴുവനായിട്ട് കയ്യിലെടുത്തു. പകുതിയോളം പ്രദേശങ്ങൾ കയ്യിലെടുത്തു. 90% ഗാസ നിവാസികൾ ഇപ്പോൾ തെരുവിലാണ്. അവരുടെ ആശുപത്രികൾ തകർത്തു, അവരുടെ കുടിവെള്ള കേന്ദ്രങ്ങൾ തകർത്തു, വീടുകൾ തകർക്കപ്പെട്ടു. അതാണ് അവസ്ഥ. വിസ്തൃതി വർദ്ധിക്കും അല്ലെ? ഇസ്രായേൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വിസ്തൃതി വർദ്ധിക്കുന്നു മാത്രമല്ല, ഏത് പ്രദേശത്തിന് വേണ്ടിയാണോ 2 കൂട്ടർ തമ്മിൽ തർക്കമുള്ളത്, ആ പ്രദേശം മുഴുവൻ ഒരു കൂട്ടരുടെ കയ്യിലാവും, ഇസ്രായേലിൻ്റെ കയ്യിലാവും. കാരണം അത് അന്താരാഷ്ട്ര കരാറുകളൊക്കെ പാലിക്കേണ്ട സമയത്ത് പാലിച്ചില്ല. ഒരുപാട് കരാറുകൾക്ക് സമയമുണ്ടായിരുന്നു, ആ സമയത്തൊന്നും അംഗീകരിക്കാത്തതിൻ്റെ ഫലം കൂടിയാണ്. ഇന്ന് മാത്രമല്ല,
ഇസ്രായേലിനെ സഹായിക്കാൻ ചരിത്രത്തിൽ എന്നും ആളുകളുണ്ടായിരുന്നു. ഇന്ന് മാത്രമല്ല, പണ്ട് അറബികളുടെ അറബ് രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഫലസ്തീനും കിട്ടിയിരുന്നു. ഇപ്പോൾ ഫലസ്തീനെ പിന്തുണക്കാൻ അറബ് രാജ്യങ്ങളൊന്നും തയ്യാറല്ല. രാജ്യങ്ങൾ എന്ന നിലയിൽ ആരുമില്ലാത്ത അവസ്ഥ. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഒരു വാർഷികം ആലോചിച്ച് നോക്കുക. അപ്പോൾ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക്, ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് പറയും 42,000-ഓളം ആളുകളാണ്. 42,000. 23 ലക്ഷം ജനങ്ങളിൽ നിന്നാണ് ആകെ 42. അതിൽ 42,000 പേര് കൊല്ലപ്പെട്ടു. 1 ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റ് പല ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. അപ്പോൾ 1.5 ലക്ഷത്തോളം ആളുകൾ ഇതിൽ കാഷ്വാലിറ്റീസ് പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ പരിക്കേൽക്കാത്ത ഒരാൾ പോലും ഒരാളുണ്ടാവില്ല, ഒറ്റയാളുണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ ഭാവി ഏതാണ്ട് നിർണ്ണയിക്കപ്പെട്ട അവസ്ഥയാണ്. ആരെങ്കിലുമൊക്കെ ഇടപെടേണ്ട സമയമാണെന്ന് നമുക്ക് തോന്നാം, ഇത് യുദ്ധമല്ലേ. പക്ഷേ ഇനി ആര് പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഒരു ശരിയുണ്ട് എന്ന ബോധ്യം പൊതുവെ ആളുകൾക്കുണ്ട്. അറബ് ലോകത്തൊന്നും മിണ്ടാട്ടമില്ല, അപ്പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളില്ല. അമേരിക്ക പോലും ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥ വന്നു. അമേരിക്ക പണ്ട് പിന്തുണച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്ന് ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വരാൻ വേണ്ടി UN തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തത് അറബ് രാജ്യങ്ങളാണ്. പക്ഷേ അറബ് രാജ്യം ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിന് UN അംഗീകാരം കൊടുത്താൽ അതിന് പിന്തുണ കൊടുക്കണമല്ലോ. ആ അർത്ഥത്തിൽ മാത്രമാണ് അന്ന് അമേരിക്ക കൂടെ നിന്നത്, ഇസ്രായേലിനെ സഹായിച്ചിരുന്നു. ഇടക്കാലത്ത് ഈ യുദ്ധം നിർത്തണം എന്നൊക്കെ അമേരിക്ക പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഒടുവിൽ ഈ തലവേദന അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്ന് ഏകപക്ഷീയമായി ഇസ്രായേൽ തീരുമാനിച്ചപ്പോൾ അതിനും പിന്തുണ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു കാരണം കൂടി ഉണ്ടായി. മറ്റൊരു ആക്രമണം നടന്നു ഒക്ടോബർ 8 തൊട്ട്. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 8-നാണ് തുടങ്ങിയതെങ്കിൽ ഹിസ്ബുള്ള സമാന്തരമായി മറ്റൊരു ഭീഷണിയാണ്. ഈ തെക്കൻ ലെബനോൺ കേന്ദ്രമാക്കി. ഈ ലെബനോൺ ഇപ്പോൾ അവരെ പാർപ്പിക്കാൻ, അവിടെ നിലനിർത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും പണ്ടേ അവിടെ വന്ന് കുടിയേറി പാർത്തതാണ് ലെബനോണിൽ. അതായത് ഈ അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ പൊരുതിയിരുന്ന കാലത്ത് ലെബനോൺ ഒരു കക്ഷിയാണല്ലോ. അപ്പേര് പറഞ്ഞിട്ട് അന്ന് ഹിസ്ബുള്ള ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനമാണ്, ഷിയ തീവ്രവാദ ഈ പ്രസ്ഥാനമാണ്. അവർ വന്ന് അവിടെ താവളം ഉറപ്പിച്ചു. അവരുടെ ആക്രമണം തുടങ്ങി. അപ്പോൾ തെക്കൻ ലെബനോൺ കേന്ദ്രമാക്കി ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അതിനെ അതിഭീകരമായി ആ മിസൈലുകൾ നശിപ്പിക്കുക മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്യുന്നു. തെക്കൻ ലെബനോൺ ഇതേ നാണയത്തിൽ തെക്കൻ ലെബനോണിൽ ഇസ്രായേൽ സേന മാർച്ച് ചെയ്തിട്ട് കരയുദ്ധം അവിടെയാണ് ഉണ്ടായത്. കരയുദ്ധം നടത്തിയിട്ട് തെക്കൻ ലെബനോണെ ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ തെക്കൻ ലെബനോൺ അവിടെ ഉണ്ടായ കാലം തൊട്ട് കഴിഞ്ഞ ഒരു ഈ കാലത്ത് മുഴുവനും 1078 കൊല്ലമായിട്ട് അവരിന്ന് നേരെ ഈ ഹ്രസ്വദൂര മിസൈലുകൾ ഒരു മതിലേ ഉള്ളൂ, അവിടെ നിന്ന് പുറത്ത് വിട്ടാൽ ഇപ്പുറത്ത്. അപ്പോൾ സമാധാനത്തോടെ ഇസ്രായേൽ പൗരന്മാർക്ക് ഈ ലെബനോണിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ കഴിഞ്ഞുകൂടാൻ വയ്യ. അവരൊരുപാട് പേര് ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. അവരെയൊക്കെ 2 കാര്യമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് സ്വന്തം നാട്ടിൽ അതേ കേന്ദ്രത്തിൽ പാർപ്പിക്കുന്നു. 2, അവർക്ക് നേരെ ഇനി ഉപദ്രവം വരാതിരിക്കാൻ തെക്കൻ ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രം മുഴുവൻ ആക്രമിച്ച് അവർ തുരത്തി ഓടിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയാലും വേണ്ടില്ല, ഇവിടെ താമസിക്കാൻ പാടില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ശരിയുണ്ട്. പുനരധിവാസം നടത്തുന്നത് ഇസ്രായേൽ പൗരന്മാരെയാണ്. ഒപ്പം ഈ തെക്കൻ ലെബനനിൽ അവിടെ ക്ലീൻ ചെയ്തിട്ട് അവരുടെ വിസ്തൃതി അങ്ങ് വർദ്ധിപ്പിച്ചാൽ ക്ലീൻസിങ് ആണ് അവരുടെ നയം. അതാണ് ക്ലീൻസിങ് ആണ്. 2 കാര്യം സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്ന് നമുക്ക് പറയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഫലസ്തീനകത്ത് ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു. ഇപ്പോൾ ഗാസയുടെ പകുതി പിടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വിസ്തൃതി കൂടി. ഇനി അത് ഒരു പക്ഷേ ലെബനോണിൻ്റെ തെക്കൻ ലെബനോൺ ഇപ്പോൾ ഇവരുടെ കയ്യിലാണ്. അതിൻ്റെ സ്റ്റാറ്റസ് എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ മേൽ അവർ സ്വന്തമായി അവരുടെ കൈപ്പിടിയിലാക്കിയിട്ട് ഇസ്രായേൽ സൈന്യത്തെ കൊണ്ടുപോയി അവിടെ വിന്യസിച്ചിട്ട് അതിൻ്റെ സുരക്ഷ ഏറ്റെടുക്കാം. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായി. ഇനി അവരിപ്പോൾ ഈ 2 കൂട്ടരുടെ ഒരു ഭാവിയാണ് അവരുടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ അത്തരം ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ഒന്ന് ഹൂത്തി തീവ്രവാദികളുണ്ട് സിറിയയിൽ നിന്ന്. അപ്പോൾ ഹൂത്തി തീവ്രവാദികളിപ്പോൾ യമൻ കൈയടക്കി കഴിഞ്ഞിട്ട് സിറിയയിലും അവർക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ അതൊന്ന്. ഈ സുന്നി തീവ്രവാദികളായ ഹമാസിനെ സഹായിക്കാൻ ഷിയ തീവ്രവാദികളായ ഹിസ്ബുള്ള വന്ന് ചേരുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ സമാധാനപ്രേമികളായ രാഷ്ട്രങ്ങൾക്കൊന്നും ഈ യുദ്ധത്തിൽ ഇപ്പോൾ താല്പര്യമേ ഇല്ല. അറബ് രാഷ്ട്രങ്ങൾ ആരും ഇസ്രായേലിനെതിരായി രംഗത്ത് വന്നിട്ടില്ല, ഫലസ്തീനികളെ സഹായിക്കുന്നില്ല. ഈ ഇറാനിലെ ആത്മീയ ആചാര്യനായ അയത്തുള്ള അലി ഖമനൈ പറഞ്ഞത് നമ്മൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കണം, നമ്മുടെ പൊതുശത്രു ഇസ്രായേലാണ്. പക്ഷെ ഒറ്റ അറബ് രാജ്യം മിണ്ടിയിട്ടില്ല. ഇറാനും എനിക്ക് തോന്നുന്നു
ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലാണ്. ഇസ്രായേലിനോട് മുട്ടിയാൽ എന്താവുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇറാൻ സമ്പന്നമാണ്, ഇറാന് സൈനിക ശേഷിയുണ്ട്, ഇറാൻ ആണവ നിലയങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. ആണവ നിലയങ്ങൾ അവർ പോലും അറിയാതെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്തയുണ്ട്. അവരുടെ കേന്ദ്രത്തിലാണ്. ആലോചിച്ച് നോക്കൂ, ഇറാൻ അകത്ത് കയറിയിട്ടാണ്, ഇറാൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസ് നേതാവിനെ ഇവർ കൊന്നത്. അപ്പോൾ എന്താണ് ഇറാൻ ചെയ്യുക, എന്താണ് ഇസ്രായേൽ അവരോട് ആരോടൊക്കെ എങ്ങനെ പെരുമാറാൻ കഴിയും എന്ന് വെച്ചാൽ പേജർ ബോംബാണ് ഈ പൊട്ടിത്തെറിച്ചത് ലെബനോണിൻ്റെ അതിർത്തി പ്രദേശത്ത്. പേജർ ബോംബ്, മൊബൈൽ ബോംബ്, മാത്രമല്ല ഈ മിസൈലുകൾ അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ആകാശത്ത് വെച്ച് തകർക്കാനുള്ള സംവിധാനം. യുദ്ധമുറകളിൽ ലോകത്തിൽ വലിയ ശക്തി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ. അതുകൊണ്ട് എന്താണ് ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുക? ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപാട് ഭൂമിശാസ്ത്രത്തിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഈ രാഷ്ട്രീയ ഭൂപടം ഉണ്ടല്ലോ, ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ മാറി മറിഞ്ഞിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒക്ടോബർ 7 ഹമാസ് ആക്രമണവും ഒക്ടോബർ 8 ഹിസ്ബുള്ള ആക്രമണവുമാണ്. ഇസ്രായേലാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രം. ഒരു പക്ഷേ ലോക ഭൂപടത്തെ ഇനി ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായി മാറ്റി വരയ്ക്കുന്നതിൽ ഒരു കാലത്ത് ഇസ്രായേലിനും ഫലസ്തീനും ഇടയിലുള്ള അതിർത്തിയായിരുന്നു പ്രശ്നമെങ്കിൽ ഇനി അങ്ങോട്ട് അയൽ രാജ്യങ്ങളിലെ കൂടി അതിർത്തികൾ മാറ്റി വരയ്ക്കുന്നതിലും മാറ്റി നിർമ്മിക്കുന്നതിലും ഇസ്രായേൽ പങ്കുവഹിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ യുദ്ധത്തിൻ്റെ വാർഷികത്തിൽ ഒക്ടോബർ 7-ൻ്റെയും 8-ൻ്റെയും വാർഷികം മുൻനിർത്തി ഇന്നും ഇന്നലെയുമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായും നമുക്ക് കാണാം ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ. അതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒന്നാം ലോക മഹായുദ്ധം പോലെയോ ഒന്നാം ലോക മഹായുദ്ധം ലോകമാസകലം ശബ്ദായമാനമായിരുന്നു. യുദ്ധം എന്ന് ലോകം മുഴുവൻ ആർത്ത് വിളിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ആറ്റം ബോംബ് പോലുള്ള വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇന്ന് നിശബ്ദമാണ് എന്നാണ്. എല്ലാം നിശബ്ദമാണ്. 40,000 മിസൈലുകൾ, 40,000 ബോംബുകൾ, അതാണ് ഒരു കണക്ക് വന്നത് ഇന്നത്തെ പത്രവാർത്ത. ഇസ്രായേൽ 40,000 ബോംബുകൾ ഫലസ്തീനിൽ പൊട്ടിച്ചിരിക്കുന്നു ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട്. 40,000 ബോംബുകൾ ആരും അറിഞ്ഞിട്ടില്ല. നിശബ്ദമായി ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ചിത്രം. സൈലൻ്റാണ്, എന്നാൽ മാരകവുമാണ്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ ലോകമഹായുദ്ധങ്ങൾ എന്നുള്ളൊരു വ്യത്യാസം, കൃത്യമായിട്ട് ശത്രുവിനെ തന്നെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനുള്ള വഴി അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ടെക്നോളജി കൃത്യമാണ്. അതാണ് ഇപ്പോൾ ലെബനോണിൽ കാണിച്ചത്. ഫലസ്തീനിൽ അത് പറ്റിയില്ല. ഫലസ്തീനിൽ എവിടെയാണ് അവർ ഒളിച്ചിരിക്കുന്ന ആ താവളം തന്നെ, ആശുപത്രിയെങ്കിൽ ആശുപത്രി, മാർക്കറ്റെങ്കിൽ അത്, ജനസമ്പർക്ക കേന്ദ്രം, ചന്തയെങ്കിൽ അങ്ങനെ തകർക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ആരാണോ അവനെ തന്നെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഇസ്രായേൽ നയം വ്യക്തമാക്കുന്നുണ്ട്, ഹമാസും ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഞങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരില്ലെങ്കിൽ അത് ലോക രാജ്യങ്ങൾക്കും അതിനൊരു മൗനത്തിൻ്റെ പിന്തുണയുണ്ട്. കാരണം ഇനി അങ്ങോട്ട് രാജ്യങ്ങൾ തമ്മിലല്ല യുദ്ധമെന്നും ലോകത്തിലാകെ സമാധാനം കെടുത്തുന്നത് ഭീകരവാദികളാണ് എന്നൊരു ചിത്രമുണ്ട്. അത് സുന്നി തീവ്രവാദമായാലും ഷിയ തീവ്രവാദമായാലും തീവ്രവാദം ഒരു വലിയ ഭീഷണിയാണ്. അവരെ നിലക്ക് നിർത്തട്ടെ, അത് ഇസ്രായേലെങ്കിൽ ഇസ്രായേൽ ആ കർമ്മം ചെയ്യട്ടെ എന്നൊരു മൗനത്തിൻ്റെ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഈ ദിനത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.